സർക്കാർ മിണ്ടാത്ത എന്താ നാണം കിട്ടില്ല സർക്കാർ. കഞ്ചാവും എന്തോ പുല്ലുനോക്കോ എന്തോ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് അവൻ്റെ പുറകെ നടക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ അവൻ അതിനേക്കാൾ വലിയ കിട്ടുന്നുണ്ടപ്പോൾ അവൻ ഇതിനെ തള്ളിക്കാണും, അല്ലെങ്കിൽ അവന് മതിയായി കാണും. പറയണ്ടേ ഒളിവിൽ പോയെന്ന് പറയുമ്പോൾ ശരിക്കും ഫേക്കല്ല. പിന്നെ നമ്മുടെ വേടന് വീണ്ടും ഒരു ബലാത്സംഗ കേസ് വന്നായിരുന്നല്ലോ, അത് ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. എന്നെ അകത്താക്കി അടങ്ങുള്ളതാണ്. അല്ല, ചേട്ടൻ പറയുന്ന കാര്യം കൂടുതൽ സത്യമായിട്ടുള്ള കാര്യം. പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ചേട്ടൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ട്. അത് സത്യം ജെന്യുവൻ ആണോ, അതൊരു ഫേക്ക്? എനിക്കറിയില്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. ഒളിവിൽ പോയെന്ന് പറയുമ്പോൾ ശരിക്കും ഫേക്കല്ലായിരിക്കാം. പക്ഷേ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമായിരുന്നു. കാരണം സർക്കാരിന് ഏതെങ്കിലും ഇതുപോലുള്ള ഒരു ഏരിയ കിട്ടുമ്പോഴേ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ പിള്ളയല്ലേ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേറ്റിൻ്റെ ഗസ്റ്റൊക്കെ ആക്കുന്നത് ശരിയല്ല. അപ്പോൾ അതിൽ സർക്കാരിന് പിഴച്ചു പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ പീഡന കേസ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഇതുപോലൊരു വേടൻ്റെ പുറകെ പോയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവൻ്റെ പബ്ലിസിറ്റി കണ്ട് പോയതായിരിക്കാം. പിന്നെ 2 വർഷമൊക്കെ അവൻ്റെ കൂടെ നടന്നിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല. 2 വർഷമൊക്കെ ഒരുത്തൻ്റെ പുറകെ നടക്കുക. ഇപ്പോൾ വിജയബാബുവിൻ്റെയൊക്കെ നടന്ന പോലെ അയാൾ താമസിക്കുന്നിടത്ത് ഇന്ന് താമസിക്കുക, എന്നിട്ട് കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, അത് ശരിയല്ല. ഈ ഡോക്ടർ കുട്ടിക്കും സംഭവിച്ചത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവൻ്റെ ഗ്ലാമറും പ്രശസ്തിയെ കണ്ടപ്പോൾ അവൻ്റെ പുറകെ നടക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ അവൻ അതിനേക്കാൾ വലിയ കിട്ടുന്നുണ്ടപ്പോൾ അവൻ ഇതിനെ തള്ളിക്കാണും, അല്ലെങ്കിൽ അവന് മതിയായി കാണും. അപ്പോൾ കൊണ്ടൊന്ന് പീഡന കേസ് കൊടുക്കുന്നത് ശരിയല്ല. ഇവിടെ നടക്കുന്ന പല പീഡന കേസും അങ്ങനെ, അത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ്. പക്ഷേ വേടൻ ഒളിവിൽ പോയത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം അകത്താവുമായിട്ട് ജാമ്യം കിട്ടൂല. അത് അല്ല, ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചായിരുന്നു. പിന്നെ അപേക്ഷ വരട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോടതിയിൽ വരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരിക്കും. 18-ാം തീയതി എന്തല്ലേ കോടതി വെച്ചേക്കും. ആ 18 ഇടയിൽ പിടികിട്ടിയ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ അവന് ആൾസൗദ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാം. അത് പോലീസാണ് തീരുമാനം. പേളീനൊക്കെ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് കൂടെ അവൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വേല പിടിക്കേണ്ട എന്നൊക്കെ പറയും. ഇവിടെ പലരെയും അങ്ങനെ വിട്ടിരുന്നല്ലോ മാസങ്ങളോളം. അത് സർക്കാർ വിചാരിക്കണം. സർക്കാർ ഇവന് വേണ്ടി വിചാരിച്ചേനെ, പക്ഷേ പീഡന കേസായതുകൊണ്ട് ഒരു പേടിയായിരിക്കും പിണറായി. അതാണ് പ്രശ്നം. അതുകൊണ്ടായിരിക്കും മുങ്ങിയത്. അപ്പോൾ എന്തായാലും അവൻ പുറത്ത് വന്നേ പറ്റും. 18-ാം തീയതി ജാമ്യം കിട്ടിയാൽ ഓക്കെ, എല്ലാമെങ്കിലും വന്നേ പറ്റും. കുറച്ചുകൂടിയൊക്കെ നിങ്ങളായാലും ഞാനായാലും സർക്കാരായാലും ഒക്കെ കുറച്ച് ഈ കാര്യങ്ങളിൽ അവധാനത കാണിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഒരുത്തന്നെ ഒരു 4 പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതൊന്നും ശരിയല്ല. അത് വളരെ ബോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ആലോചിക്കണം. കാരണം ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളിനെ സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാർ കാണിക്കുന്ന തെമ്മാടത്തിനാണെന്ന് ഞാൻ. അപ്പോൾ വേടന് സർക്കാരിൻ്റെ ഒരു പിന്തുണ ഇതിലൂടെ ഉറപ്പാണെന്ന്. അതുകൊണ്ടാണല്ലോ കഞ്ചാവും എന്തോ പുല്ലുനോക്കോ എന്തോ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് അതിപ്പം പിള്ളയല്ലേ എന്നല്ലേ വനം വകുപ്പ് മന്ത്രി പറയുന്നത്. അത് ശരിയല്ല. അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൽ കയറുമ്പോൾ 11 പേരേറ്റം ഉണ്ട് കൂടെ. അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ വച്ചിരുന്നത് എനിക്കൊന്ന് തേങ്ങ തൊലിക്കാനായിരിക്കാം. പിന്നെ ഒരു 80,000 രൂപ 8 ലക്ഷം രൂപ എന്തോ കിട്ടിയത് തമാശയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരുന്നതായിരിക്കാം. ഇതൊക്കെ സർക്കാർ കാണിക്കുന്നത് ശരിയല്ല. എൻ്റെ പാർട്ടിയാണ് കേട്ടോ, ഞാൻ പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ്. പക്ഷേ എൻ്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ പോക്കൃതം. അത് അങ്ങനെ വളർത്തി വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ പീഡന കേസ് ചെയ്യുന്നത്. സർക്കാർ മിണ്ടാത്ത എന്താ നാണം കിട്ടില്ല സർക്കാർ. ഈ പീഡന കേസിലെ പ്രതിയായ ഒരാളിനാണെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് കൊണ്ടുനടന്നതെന്ന് ഉളുപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയണ്ടേ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്ന്, ദശക്ക് പറ്റിയെന്ന് പറയണ്ടേ? പറയുന്നില്ലല്ലോ. അപ്പോൾ അവർ സർക്കാരാണ് ഇതിലെ യഥാർത്ഥ പ്രതി, അല്ല അവരല്ല എന്ന് ഞാൻ പറയും. പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ